ഈ തെങ്ങിലെ തേങ്ങ അത്രയും വിളഞ്ഞ് തൊടിയാറായി. ഈ തേങ്ങ വെട്ടുകാരനാണെങ്കിൽ വലയിട്ട് അടിച്ചിട്ട് കിട്ടാനില്ല. ഇവനൊക്കെ എവിടെ പോയി കിടക്കണം? ഭയങ്കര വെയിറ്റ് ഇടക്കുമെന്നേ, വരൂലെന്നേ. എവിടെ പോയി കണ്ടുപിടിക്കുന്നത്? തൊഴിലിന് ആളെ കിട്ടാൻ നിവർത്തിയില്ലാത്ത കണ്ടീഷനാണ്. എന്ത് ചെയ്യുമെന്നോ? അണ്ണാ അമ്മച്ചി തിരക്കിയെന്ന് പറഞ്ഞു. ആരെ? എന്നാ അമ്മച്ചി നിന്നെ തിരക്കിയതല്ല, ഞാൻ വന്ന് നിന്റെ അമ്മച്ചിയുടെ അടുത്ത് നിന്നെ തിരക്കിയതാണ്. കാരണം കാണാനില്ല. തെങ്ങിന്റെ കണ്ടീഷൻ അറിഞ്ഞില്ല, ഓടി വന്ന മനസ്സിലായണ. ഈ തേങ്ങ അത്രയും വിളഞ്ഞിരിക്കും. റോഡിൽ കൂടെ പോണ ആൾക്കാരെ തലയിൽ അത്രയും വീണു. അവരെല്ലാം എന്നെ തള്ളക്കി വിളിച്ചിട്ട് പോകുന്നു. നിന്നെയൊക്കെ ഇപ്പൊ കിട്ടാൻ പോലും ഇല്ല. എന്തിനാണ് തേങ്ങ വിട്ടൊക്കെ അത്ര ഡിമാൻഡാണ്? എന്നാ പറയണ പഴയതുപോലെ ഒന്നല്ലണ. തേങ്ങയ്ക്ക് വില കൂടിയില്ലേ? തേങ്ങയ്ക്ക് പഴയതുപോലെ അല്ല, വില കൂടിയെന്നുള്ള സത്യം എനിക്കും അറിയാം, നാട്ടുകാർക്ക് മുഴുവൻ. ശരിയെന്നാ അതുകൊണ്ട് ഇപ്പം കയറണോ? കയറണം. എന്നാ ഒരു മൂടിന് 100 വെച്ചാവും. കൂലി കൂടുതല ഇപ്പം. എന്നാ പറഞ്ഞോട്ടെ, ഒരു മൂടിന് ഒരു തെങ്ങിന് ഒരു മൂട് 100 രൂപ, 5 മൂടിന് 500 രൂപ. എടാ എനിക്ക് 5 മൂടേ ഉള്ളൂ, കൂടിയിട്ടൊന്നുമില്ല. അപ്പൊ മൊത്തം 5 മൂട്, ഒരു തെങ്ങിന് 100 രൂപ, 500 രൂപ കൊട്ടേഷൻ. എപ്പ ചെയ്യും? നീ ചെയ്തോ, കുഴപ്പമില്ല. മൊത്തം 1000 രൂപ. എടേ നീ എന്തോന്നേ പറയണത്? ഒരുമാതിരി പോക്കത്തരം പറയില്ലേ? പൈസ പാടുപെടാ കിട്ടുമോ? ഒരു മൂടിന് 100 രൂപ. നിന്നെ ആടെ കണക്ക് കൊടുക്കും. ഒരു മൂടിന് 100 രൂപ പറഞ്ഞു കേറണ്ടേ അണ്ണ? തിരിച്ചിറങ്ങണ്ടേ? അപ്പം ഒരു മൂടിന് 200 വെച്ചു. മൊത്തം ഒരു മൂടിന് 200 രൂപ വെച്ച് 1, 2, 3, 4, 5 1000 രൂപ. അതെ, അത്രയല്ലേ വേണം. പക്ഷെ നടക്കൂല. അതെന്താ? എടാ ഒരു മൂടിന് 100 രൂപ എന്നല്ലേ നീ പറഞ്ഞോ? ഈ 200 രൂപ എങ്ങനെയാവും? കേറണ്ടേ അണ്ണ? മൂട്ടിൽ കേറാനാണ് 100 രൂപ. തിരിച്ചിറങ്ങണ്ടേ? ഇറങ്ങണേ 100 രൂപ. മൊത്തം 200. നീ ഒരു കാര്യം ചെയ്യും, ഒരൊറ്റ തെങ്ങിലങ്ങ് കയറിക്കോ. തിരിച്ചിറങ്ങണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധമില്ല. അപ്പൊ തിരിച്ചിറങ്ങണ്ടേ? വേണ്ട, നീ അവിടെ തന്നെ പൊറുതി ആയിക്കോ. തൊഴിലറിയാമെങ്കിൽ അഹങ്കാരം കാണിക്കും. ഇവിടുത്തെ കണ്ടീഷൻ എന്താണെന്ന് അറിയാം. ഞാൻ ഇവിടെ ഇരുന്ന് വേറൊരു ഒരു ഫോൺ വിളിച്ചാലേ ഈ 5 മൂട് തെങ്ങി കയറാൻ 5 പേര് ഇങ്ങോട്ട് വരും. കതറിട്ട ആൾക്കാരായിരിക്കും, നല്ല വെള്ളയും വെള്ളം ഇട്ടോണ്ട് ഇങ്ങോട്ട് വരും. എന്നിട്ട് 5 എണ്ണം 5 തെങ്ങിനകത്ത് അങ്ങ് കയറും. എന്നിട്ട് പറവറാ തേങ്ങ അടത്തങ്ങിടും. പിന്നെ തേങ്ങ അടത്ത് വീട്ടിൽ കയറി പാത്രവും കഴുകി വീട്ടിലിരിക്കുന്ന തുണികളും നനച്ചിട്ട് അവസാനം നീ ആരടുത്തും പറയാൻ നിൽക്കണ്ട, കക്കൂസ് വരെ കഴുകിയിട്ട് പൊട്ടുപോലെ അറിയാ. നീ അറിയാതെ ഇവിടെ ആൾക്കാരുണ്ട്. അതാണ് ഇവിടത്തെ പാർട്ടിക്കാര്. പക്ഷെ ഒരു ഉപകാരം ചെയ്യണം, ഇലക്ഷൻ വരുമ്പോ അവർക്ക് എന്നെ വോട്ടിട്ടങ്ങ് വെക്കും. എന്റെ അമ്മച്ചി കൂലിപ്പണിക്കാരന്റെ കഞ്ഞിയിലും പാറ്റ ഇട്ടല്ല ഈ സാമദ്രോഹികൾ.